ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണനാണെന്നുണ്ടെങ്കിൽ വേദ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആശ്വാസമാവാണ്. വിക്രമിനെ ഉപേക്ഷിച്ച് വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം തോന്നാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ നിൻ്റെ ഭാവിയും ജീവിതമൊക്കെ നശിച്ചെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നീ ഒരു വലിയ വക്കീലാവുന്നു, ഒരു ജഡ്ജിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒക്കെ ഇല്ലാതായി പോകുന്നതാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എതിരല്ല അച്ഛാ. ഞാൻ ജോലിക്ക് പോകുന്നതോ പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എതിരല്ല. അതൊക്കെ വിക്രമിന് വലിയ താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ, അപ്പോൾ വിക്രമമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ, ഇത് തന്നെ പോരെ അച്ഛാ എന്ന് ചോദിക്കുകയാണ് വേദ. ഇനി എനിക്ക് വയ്യ, പറയാവുന്നിടത്തോളം പറഞ്ഞു, ഇനി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നതെന്നൊക്കെ വേദ പറയുകയാണേ. അന്നേരം ഇനി ഇങ്ങനെ അടച്ചിരുന്നിട്ട് കാര്യമില്ല, നാളെ തുടങ്ങി ഓഫീസിൽ പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. നാളെ തുടങ്ങി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ, അത് ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് പറയും വേദ. എന്തായാലും പൊക്കോ, ആ ശ്രീനിവാസനെതിരെ നീ കേസ് വാദിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ നീ ഹാജരാവുന്നില്ലേ ചോദിക്കുന്നുണ്ട്. ഹാജരാവണം. അപ്പോൾ പറയുന്നുണ്ട്, ആ ശ്രീനിവാസൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അയാൾ അടപടലം പൂട്ടണം. പക്ഷേ അതോടൊപ്പം തന്നെ നീ നിന്നെ ശ്രദ്ധിക്കണം, അയാൾ എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണേ. അന്നേരം വേദ പറയാണ്, എനിക്കറിയാം അച്ഛാ, ശത്രുപക്ഷത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ കരുതി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, എന്തായാലും മോള് കിടന്നോ, ഞാൻ അച്ഛനൊരു കേസ് പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പുറത്തേക്ക് പോവുകയാണ്. അതിന് ശേഷം പിന്നീട് അങ്ങനെ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് വരികയാണ് കേട്ടോ വേദനെ കാണാനായിട്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയണം, നീ ഇങ്ങോട്ടാണ് പോകുന്നത്, വേദന കാണാനാണോ? അച്ഛാ, വേദന അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ആ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ് വിക്രമിനെ വിട്ട് പോകുന്നതെന്നാണ് വേദ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ശ്രീനിവാസനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാതെ വിക്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ തിരികെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണേ. അതുകൊണ്ട് നീ വലിയ കാര്യമായിട്ടൊന്നും അവളോട് സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇല്ല അച്ഛാ, ഞാനങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല, ചുമ്മാ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ശരി എന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് വന്ന് വാതിൽ തട്ടി, വേദ വന്ന് വാതിൽ തുറക്കുമ്പോൾ വേദയ്ക്ക് ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ മുഖം വല്ലാതാവാണ് കേട്ടോ ദേഷ്യം കൊണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ചിരിച്ച് വായിക്കുകയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കും, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ആദ്യം കുശലാന്വേഷണമൊക്കെ നടത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും നീ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് ശ്രീനിവാസനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ് വിക്രമിനെ വിട്ടു പോകുന്നതെന്നാണല്ലേ എന്ന് പറയും. അപ്പോൾ വേദ പറയും, അതല്ലാതെ സഹോദരിയുടെ ഭർത്താവിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നാണെന്നൊന്നും ആൾക്കാരോട് പറയാൻ പറ്റില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെയൊന്നും പറയണ്ട, ഇപ്പം തൽക്കാലം നീ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ, അതാണ് നല്ല കറക്റ്റായിട്ടുള്ള കാര്യം, അതാവുമ്പോൾ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണെ, എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ വേദ പറയും, ഞാനും നിങ്ങളും തമ്മിലുള്ള കരാറ് ഒരേ ഒരു കരാറേ ഉള്ളൂ, അത് വേറൊന്നുമല്ല, വിക്രമിൻ്റെ അച്ഛനെ വീട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം, ആ കരാറ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ തമ്മിൽ യാതൊരു വിധ ഡീലും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണെ, അതെ, നിന്നെ മര്യാദ നിലയിൽ ഞാൻ തിരിച്ചു വിളിച്ചതല്ലേ, അങ്ങനെ വരാത്തതുകൊണ്ടല്ലേ ഞാൻ ഈ രീതിയിലൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എന്ന് പറയും. അപ്പോൾ വേദ പറയും, അല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടല്ല അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയട്ടോ. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നുമല്ല, നീ ഇപ്പം അവിടെ നിന്ന് പോകുന്നു വിചാരിച്ച് വലിയ കുറ്റബോധമൊന്നും വേണ്ട, അത്ര വലിയ ഫാമിലി ഒന്നും അല്ലല്ലോ അത്, പിന്നെ ഏതോ കത്തിമുനിയിൽ ജീവിതം തീരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുത്തനല്ലേ അവൻ, അപ്പോൾ അതുകൊണ്ട് നീ വലിയ വിഷമമൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വേദ പറയാണ്, ആ വീട്ടുകാരെ കുറിച്ചോ ആ വീട്ടിലുള്ളവരെ കുറിച്ചൊന്നും പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താടി, നിൻ്റെ ഭർത്താവിനേക്കാളും മെച്ചപ്പെട്ടതൊന്നുമല്ലേ ഞാൻ? അല്ല, ഒരിക്കലും അല്ല, നിങ്ങളെപ്പോലെ ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്ന ഒരാൾ അല്ല വിക്രം എന്തായാലും എന്ന് പറയാനേ. വിക്രമിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുകയാണേ. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്, അതുവരെ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ, അങ്ങനെ എന്നോട് സംസാരിക്കാൻ വരണ്ട, സഹോദര സ്നേഹം കാണിച്ച് എൻ്റെ മുന്നിലേക്ക് പോലും നിങ്ങൾ വരണ്ടെന്ന് പറയും. അയ്യോ, മറ്റുള്ളവരെ കാണിക്കാനെങ്കിൽ അങ്ങനെയൊക്കെ വന്നല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ പോകുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പോയി കഴിഞ്ഞ ശേഷം വേദ മനസ്സിൽ പറയാണ്, മോനെ ശ്രീകാന്തേ, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ അങ്കിളിനെ ഞാൻ പെടുത്തും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു രഹസ്യം വേദ മനസ്സിൽ തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ പ്ലാനിങ് അതൊക്കെയാണ്, ശ്രീകാന്തിനെ കൊടുക്കാൻ തന്നെയാണ്.
പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ് കേട്ടോ. വിക്രമും ജോസഫും രാജേട്ടനും അനിയൻകുട്ടനൊക്കെ കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ എന്നാലും നിന്നോട് നീ പോയി വരുന്നത് വരെ കാത്തിരിക്കാനോ നിന്നോട് പറയാനോ നിൽക്കാതെ വേദ പോയത് കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ ജോസഫ് പറയുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറയും, എന്ത് കൂടിപ്പോയി? അവൾ പലതവണ പറഞ്ഞതല്ലേ ശ്രീൻ സാറിനായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ, എന്നിട്ട് ഇവൻ കേട്ടോ അത് എന്ന് വയ്ക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാനതിനത് തീരുമാനിച്ചതല്ലേ. എന്ത് തീരുമാനിച്ചു? ശ്രീനി സാറിനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. സത്യമാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണേ. ആ അതെ, അത് ഞാൻ ശ്രീനി സാറിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് സാർ അതിന് സമ്മതിച്ചോ? സമ്മതിച്ചോന്ന് വെച്ചാൽ സാറിന് കുറച്ച് വിഷമാവും, എന്നാലും സാരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ സാറിന് വിട്ടു പോകുന്നു. അപ്പോൾ അനിയൻകുട്ടൻ പറയും, എന്തായാലും നിന്നെ വിട്ട് അവൾ പോകാനൊന്നും പോകില്ലല്ല, അവൾ ഉറപ്പായിട്ടും തിരികെ വരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വിക്രമിന് ആശ്വാസമാവാണേ. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമുമായിട്ട് എടുത്ത ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ആദ്യമായിട്ട് തിരിച്ചു കൊണ്ടുവിട്ട ആ സമയത്ത് വിക്രം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിന്നെ കൂടെ കൊണ്ടുവിടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും നിന്നിവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എന്തോ ഒരു ഫീല് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമൊക്കെ വേദന ഇങ്ങനെ ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ വേദനെ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകാൻ വരുന്നൊരു ഭാഗമുണ്ടല്ലോ ഫസ്റ്റ്, ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളും അതുപോലെ ഫസ്റ്റ് നൈറ്റ്, അതായത് അച്ഛമ്മരെ വീട്ടിലുണ്ടല്ലോ, അച്ഛമ്മരെ വീട്ടിൽ ഫസ്റ്റ് നൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വേദയ്ക്ക് ചിരി വരികയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചിരിച്ച് പിന്നെ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ, പൊട്ടി കരയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മളെ കമലാമ്മനെയാണ്. കമലാമ്മ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ വിക്രമിനെ. അപ്പോൾ ശ്രീജ വന്ന് ചോദിക്കും, അമ്മ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്നത്? അല്ല മോളെ, സമയം എത്രയായി? 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അമ്മേ. എന്താ? അല്ല വിക്രം ഇതുവരെ വന്നില്ലല്ലോ. അല്ല വിക്രം ഇതിനേക്കാളും വൈകാറുണ്ടല്ലോ അമ്മേ. അല്ല അതുപോലെ അല്ലല്ലോ ഇന്നിപ്പോൾ ഇവിടെ വേദില്ലാത്ത ദിവസമല്ലേ, അവൻ എവിടെ പോയിരിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് സങ്കടപ്പെടാണ്. അപ്പോൾ എന്നാലും വേദ അങ്ങനെ പോയതാലോചിച്ചിട്ട് കമലാമ്മ കരയാണ് കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ കരയല്ല അമ്മേ, എനിക്ക് തോന്നുന്നത് വേദ ഒരു പരീക്ഷണം നടത്തുന്നതാണെന്ന്. പരീക്ഷണോ? ആ അതെ, പരീക്ഷണം. ചിലപ്പോൾ വിക്രമിനെ നേരെയാക്കാനും ആ ശ്രീനി സാറിൻ്റെ അടുത്ത് നിന്ന് വിക്രമിനെ അടർത്തി മാറ്റാനും കൂടിയിട്ട് വേദ നടത്തുന്ന ഒരു ഡ്രാമ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതൊരു പരീക്ഷണമായിരിക്കാനാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, ശരിക്കും അങ്ങനെയാണോ മോളെ? പക്ഷെ അവളുടെ സംസാരത്തിലും അവളുടെ അന്നത്തെ ഇറങ്ങിപ്പോക്കൊക്കെ ശരിക്കുള്ളതായിട്ടാണല്ലോ മോൾ എനിക്ക് തോന്നിയത്. അതൊക്കെ വേദ വെറുതെ ചെയ്തതാവും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ വേദയ്ക്ക് വിക്രമിനെ വിട്ടു പോകാൻ പറ്റുന്നു? എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഉറപ്പായിട്ട് അവൾ വരും അമ്മേ തിരിച്ച് എന്ന് പറയാണ്. സത്യമാണോ മോളെ പറയുന്നത്? അതെ അമ്മേ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇത് വിക്രമിനെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള വേദന അടവായിരിക്കുള്ളൂ. അപ്പോൾ കമലാമ്മ പറയാണ്, നിന്നെപ്പോലെ ഒരു മകള് ഈ വീട്ടിലുള്ളതാണ് മോളെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നീയും വേദയുമാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഈ വീട്ടിലുള്ളവർ മുഴുവൻ സന്തോഷിക്കും. അതുകൊണ്ടല്ലേ മോൾക്ക് ഇതേപോലെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. മോള് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. മോള് പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. വേദ വരുമായിരിക്കും അല്ലേ? എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. അവൾ വിക്രമിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പോയതായിരിക്കുള്ളൂ. അവൾ വരും, ഉറപ്പായിട്ട് അവൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ പൊട്ടിക്കറിയാണ് കേട്ടോ. ആ സമയത്ത് വിക്രം വരികയാണ് കേട്ടോ. വിക്രം വരുമ്പോഴേക്കും കമലാമ്മ ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ വന്നോ എന്ന് പറഞ്ഞിട്ട് ചെല്ലാണ് കേട്ടോ. ഓടി ചെന്നിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. വേണ്ട അമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. ഇതേ നോണ പറയരുത് കേട്ടോ എന്നോട്. നീ മലയ്ക്ക് പോയി വന്നിട്ട് ഇവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. അമ്മേ വേണ്ട അമ്മേ, ഞാൻ വാശി കാണിക്കുന്നതൊന്നുമല്ല, എനിക്ക് വിശപ്പില്ല അമ്മേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെ വിക്രം പറയുകയാണ്, ചിലപ്പോൾ ഇതൊരു ഡ്രാമ തന്നെയായിരിക്കും. ഞാനെടുത്ത കാര്യം ഏത് വയ്ക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവളിപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറയാൻ കേട്ടോ. ചിലപ്പോൾ ശ്രീജേടത്തി പറഞ്ഞതുപോലെ ആയിരിക്കും, അവളുടെ ഒരു പ്ലാൻ തന്നെയായിരിക്കും ഇതെന്നൊക്കെ വിക്രം പറയുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, കാര്യം അവൾ ഈ വീട്ടിലേക്ക് എവിടെന്നോ കയറി വന്നവളാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ പണ്ടൊക്കെ അവളോട് പെരുമാറിയിട്ടുള്ളത്. ഏതോ സ്ഥലത്ത് നിന്ന് വന്ന് ഏതോ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു, അത്രയും അടുപ്പം മാത്രമേ എനിക്ക് അവളോട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പിന്നെ പോകെ അവളുടെ പെരുമാറ്റവും അവളുടെ ജീവിതവും അവൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കൊണ്ട് എനിക്ക് അവളോടുള്ള ആ ഒരു വെറുപ്പും അകൽച്ചയൊക്കെ മാറി തുടങ്ങി. അവളോട് പതുക്കനെ സ്നേഹം ഉണ്ടാവാൻ തുടങ്ങി അമ്മേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ വിക്രം പറയുന്നത്. പക്ഷെ ഞാനൊരിക്കലും അത് അവളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. ഭാര്യ എന്നുള്ളൊരു സ്ഥാനം ഞാനൊരിക്കലും അവൾക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹം അവൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ഞാൻ അവളെ നോക്കാറ് പോലുമില്ല അമ്മേ എന്നൊക്കെ പറയുകയാണേ.
പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ നടന്നത്. അതുകൊണ്ടായിരിക്കുമല്ലേ അമ്മേ എൻ്റെ ഉള്ളിൽ പെടയും അമ്മേ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പറയുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. വിക്രമിൻ്റെ ആ ഒരു അങ്ങനെ ഒരു മുഖവും അങ്ങനെ ഒരു സങ്കടം പറച്ചിലൊന്നും കേട്ടിട്ടില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമലാമ്മ വിക്രമിനെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാരില്ല അമ്മേ, അവൾ വരും, അങ്ങനെ അവൾക്ക് എന്നെ വിട്ടൊന്നും പോകാൻ കഴിയൂല അമ്മേ എന്നൊക്കെ പറയുകയാണ്. വിക്രമിന് വേദയോടുള്ള ഒരു പ്രണയം ഇങ്ങനെ മനസ്സിലാവാണ് കേട്ടോ നമ്മളെ ശ്രീജയ്ക്കും അതുപോലെ തന്നെ കമലാമ്മയ്ക്കും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാരില്ല അമ്മേ, അമ്മ പോയി കിടന്നോ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ട് അവൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വിക്രം പോകുന്നത് കാണുമ്പോൾ തന്നെ ശ്രീജയ്ക്കും കമലാമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഉറപ്പായിട്ടും വേദ വരും എന്നുള്ളത് തന്നെ ചിന്തിക്കുകയാണ്. മാത്രമല്ല വിക്രം പറയുകയും ചെയ്യുന്നുണ്ട്, നാളെ ഞാൻ അവളുടെ അടുത്ത് പോകുന്നുണ്ട് അമ്മേ, ശ്രീനിസാറിൻ്റെ അടുത്തുനിന്ന് ഞാൻ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോകുന്നു, ഉറപ്പായിട്ടും അത് അവൾ അംഗീകരിക്കും, ഉറപ്പായിട്ടും അവൾ തിരിച്ചെൻ്റെ കൂടെ വരികയും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. പ്രമോലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിക്രം വീട്ടിലേക്ക് ചെല്ലുകയാണ് വേദനെ കാണാനായിട്ട്. ശ്രീകാന്ത് പിടിച്ചു വലിച്ച് താഴത്തിടുന്നുണ്ട് വിക്രമിനെ. പക്ഷേ വേദ ഓടി വന്നിട്ട് പൊട്ടിത്തെറിക്കാനുണ്ട് ശ്രീകാന്തിനോട്. അതിന് ശേഷം വേദ ചെന്നിട്ട് വിക്രമിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ പ്രമോല്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.